ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസി ആമേൻ സിസ്റ്റർ ഐഡി നമ്മോടൊത്ത് ആമേൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകാൽ കർത്താസിയെ ആമേൻ എനിക്ക് വളരെ നാളുകൾക്ക് മുൻപേ തൊട്ട് അറിയാം. കർത്താവിന്റെ ദാസിയെ പലപ്പോഴും ഞാൻ ഇന്ത്യയിൽ ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവിന്റെ ദാസിക്ക് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം തന്റെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് കർത്താവിന്റെ ദാസിയിലൂടെ കേൾക്കാം. അതിനു മുൻപായിട്ട് നമുക്കൊരു നിമിഷം കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായ നിമിഷം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ തന്റെ ജീവിത സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്തദാസിയെ സഹായിച്ചാട്ടെ. ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഈ സമയം തന്നിരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. അനേകാര്യങ്ങളിൽ സാക്ഷ്യമെത്തി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തന്റെ ദാസിയെ സഹായിക്കണം. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. സിസ്റ്റവും നെറ്റ്വർക്കും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാതെ മുന്നേറുവാൻ സഹായിക്കണമേ. പലപ്പോഴും തടസ്സങ്ങളാണല്ലോ, അതിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഈ സാക്ഷ്യങ്ങൾ അനേകരിൽ എത്തുവാൻ ഇടയാക്കണമേ. ഒരു വിധത്തിലും ശത്രു ജയമെടുക്കുവാൻ അനുവദിക്കരുത്. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് നമ്മോടൊത്ത് സാക്ഷിക്കുവാൻ കർത്താവിന്റെ ദാസി ഐഡി ഗബ്രിയൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വചനദീപ്തിയുടെ പ്രേക്ഷകർ ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ കർത്തദാസിയുടെ സാക്ഷ്യത്തിനായിട്ട് വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. കർത്തദാസിയെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്തദാസി ഇന്ന് പകൽക്കാലത്തിങ്കൽ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഈ ഗ്രൂപ്പിൽ കടന്നു വരുവാനും കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ചിങ്ങവനം ബദേസ്ത ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ബദേസ്ത വീട്ടിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പാസ്റ്റർ വി എ തമ്പിച്ചായൻ ആൻറ്റി അവരുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞ നാളുകളിൽ വീട്ടിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ആമേൻ. നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ ചോദിച്ചത്. എങ്കിലും ഇന്നീ പൽക്കാലം കർത്താവിന്റെ ദാസി ജോയിൻ ചെയ്തല്ലോ. എവിടെയാണ് കർത്താവിന്റെ ദാസിയുടെ സ്വദേശം? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വടക്കംപറവൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചും മരിച്ചുപോയി. 4 ആങ്ങളമാര്, ഒരു ചേച്ചി, ഒരു അനിയത്തി, എല്ലാവരും കുടുംബമായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ടായിരിക്കുന്നു. മൂത്ത ആങ്ങളെ മരിച്ചുപോയി. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ കർത്താവിന്റെ ദാസി എന്റെ നല്ല ബാല്യകാല സ്മരണകൾ ഉണ്ടായിരിക്കും. ഈ വിശ്വാസത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന വിധങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ നിലകളിലായിരിക്കുമല്ലോ. നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അവർ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു കർത്തദാസിയുടെ സാക്ഷ്യം പങ്കിടുവാൻ. വളരെ സവിസ്തരം ഇന്ന് ഈ പകൽക്കാലം കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. തുടർന്നാട്ട് സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് ഒരു കത്തോലിക്ക സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു. എൻ്റെ ചെറുപ്പം നാൾ മുതൽ ആ വിശ്വാസപ്രകാരം മുന്നോട്ട് കടന്നുപോയ ഒരു വീട്ടിലായിരുന്നു ഞങ്ങള്. എൻ്റെ വീട്ടില് അപ്പച്ചൻ, അമ്മച്ചി, അപ്പച്ചൻ്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 7 മക്കള്. അങ്ങനെ ആ കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. അങ്ങനെ ഉള്ള ആരാധനയിൽ കൂടെ കടന്ന് പോയ സന്ദർഭമായിരുന്നു. വളരെ ഭക്തിയിലും വളരെ ഇതിലുമാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ആചാരപ്രകാരം എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധം എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ കടന്ന് പോയി ഞങ്ങളെ വളരെയധികം ദൈവത്തെ ഒരു അവസ്ഥയിൽ എല്ലാ തന്നെ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്കൊക്കെ പ്രാർത്ഥന മുട്ടി നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥന എല്ലാ വർഷവും മെയ് 1 മുതൽ 31 തീയതി വരെ പ്രത്യേകിച്ച് മാതാവിനോടുള്ള പ്രാർത്ഥന എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് അത് ആചരിക്കുമാരും ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ അവസാന ദിവസം ഞങ്ങൾ 4
അയൽവക്കാരെല്ലാം വിളിച്ചു കൂട്ടും. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ഞങ്ങളെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, പപ്പടം പഴം പായസമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഒരു പെരുന്നാൾ പോലെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ചുറ്റുപാട് വീടുകളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മാത്രമായിരുന്നു അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ഭക്തിയിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ അപ്പച്ചന് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അങ്ങനെ ആ രോഗത്തിൽ കൂടി ഡോക്ടർമാരെല്ലാം കൈവിട്ട അവസ്ഥയായിരുന്നു. സൗഖ്യമില്ലാതെ അമ്മച്ചി നമ്മുടെ വിശ്വാസപ്രകാരം മാതാവിന് പുണ്യാന്മാർക്ക് അങ്ങനെയൊക്കെ നേർച്ച കാഴ്ച നടത്തി എൻ്റെ അപ്പച്ചനെ വിടുന്നതിന് വേണ്ടി ഒത്തിരി പല സ്ഥലങ്ങളിൽ കടന്നുപോയി പ്രാർത്ഥനയൊക്കെ നടത്തി. എന്നാൽ അതിനൊന്നും ഒരു വിടുതൽ ലഭിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാ വിധത്തിലും നിരാശയിലും ഭാരത്തിലുമായി ഞങ്ങളുടെ വീട് ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞു, പറവൂരിന്റെ പ്രദേശത്ത് ഒരു പ്രാർത്ഥനക്കാര് താമസിക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു സൗഖ്യമായി പോകുന്നുണ്ടെന്നുള്ള വാർത്ത. ഈ അമ്മച്ചിയുടെ കൂട്ടുകാരി അവിടെ പോയിട്ടില്ല, പക്ഷെ കേട്ട് കേൾവി എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പൊ അമ്മച്ചിക്ക് എന്നാൽ വിശ്വാസം എല്ലാം തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ആചാരത്തിലൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു വിടുതൽ ലഭിക്കാതിരുന്നപ്പോൾ മറ്റൊരു പ്രാർത്ഥനയെ കുറിച്ച് ഒരിക്കൽ പോലും നമുക്ക് ഒരു വിശ്വാസം ഒന്നുമില്ലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു, എന്തായാലും ഇത്ര ആയാലും വെറുതെ ചെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം പോലും ഇല്ലാണ്ട് അവിടെ കടന്നുപോയത്. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ദൈവാസന കുടുംബം താമസിക്കുന്നു, പ്രാർത്ഥന നടക്കുന്നു, ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചനെയും കൊണ്ട് എൻ്റെ അമ്മച്ചും കുറച്ച് ആൾക്കാരും കൂടെ കടന്നുപോയി അവിടെ പ്രാർത്ഥനക്കായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങളുടെ എങ്ങനെയായിരുന്നു എൻ്റെ കാര്യം. അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും, ഞാനന്ന് പോയി, ഞാൻ ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മച്ചിയൊക്കെ പറയാൻ തക്കടിയായി തീർന്നു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല, എന്നാല് ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ വിശ്വസിച്ചാല് ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും, പൂർണ്ണമായിട്ടും ഞാൻ അത് വിശ്വസിക്കുന്നു. അങ്ങനെ പറയാൻ തക്കടിയായി തീർന്നു. അങ്ങനെ യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയാൻ തുടങ്ങിയ ദേവദാസൻ. കർത്താവ് യേശു ക്രിസ്തു ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് ലോകത്ത് വന്നതെന്ന് നമ്മൾ ക്രിസ്ത്യാനി നമുക്കെല്ലാം ഒരുവിധം അറിയാമല്ലോ. എന്നാലും ആ കർത്താവിന്റെ വചനപ്രകാരം വ്യവസ്ഥപ്രകാരം ജീവിക്കുന്ന രീതിയെ കുറിച്ച് പറയാൻ തക്കോട്ടെയായി തീർന്നു. അങ്ങനെ ആ സുവിശേഷം കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ അവരെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ തക്കോട്ടെയായി തീർന്നു. സമർപ്പിച്ചു കഴിഞ്ഞ് ആ ദേവദാസൻ അപ്പച്ചന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എല്ലാവരും വളരെ ഭാരത്തോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ ഒക്കെ ആയിരിക്കാണ്. അങ്ങനെ പരിപൂർണ സൗഖ്യം ആ നിമിഷം തന്നെ എൻ്റെ അപ്പച്ചന് ലഭിക്കാൻ തക്കോട്ടെയായി തീർന്നു. അങ്ങനെ ആ സൗഖ്യത്തിൽ കൂടിയാണ് ഞങ്ങൾ പിന്നെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തക്കോട്ടെയായി തീർന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ വളരെ ഭക്തിയോടെ പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി എന്ന നിലയിൽ ഞങ്ങൾ പാരമ്പര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ ദൈവം നമ്മളെ കണ്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള ആ സത്യത്തിലേക്ക് വഴി നടത്തണമെന്ന് ദൈവത്തിന് ഒരുപക്ഷെ ഉദ്ദേശമുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഈ ഒരു രോഗത്തിൽ കൂടിയാണ്, അപ്പച്ചന്റെ രോഗത്തിൽ കൂടിയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദൈവിക സത്യങ്ങളിലേക്ക് കടന്നു വരാൻ മുഖാന്തരമായത്. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് സൗഖ്യം കിട്ടി ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ ഞങ്ങൾക്ക് എതിരായിട്ട് മാറി. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാർ, അമ്മച്ചിയുടെ വീട്ടുകാരൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ ചുറ്റുപാട് ആൾക്കാർ പറഞ്ഞു, ഒരു വീട് നമ്മുടെ ഈ നിന്ന് ഒരു വീട്ടുകാർ ഇങ്ങനെ വേർപെട്ട് പോയിട്ടുണ്ട്, അച്ഛൻ ചെന്ന് അവരൊന്ന് ഉപദേശിച്ച് മടക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചോണ്ട് വന്നു. എൻ്റെ അമ്മച്ചി ബൈബിളൊക്കെ ആയിട്ട് ഇങ്ങനെ, അപ്പൊ ബൈബിളൊക്കെ ഒരുവിധം നല്ലതായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മച്ചി ബൈബിളായിട്ട് നിന്ന് അച്ഛനോട് സംസാരിച്ചു. അപ്പൊ നമ്മള് പള്ളിയിലേക്ക് ഒരു കാര്യങ്ങൾ, ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം 10 കൽപ്പന കൊടുക്കുമ്പോൾ ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, പിന്നെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് വെള്ളത്തിലോ യാതൊന്നിന്റെയും പ്രതിമരുത്, അവയെ നമസ്കരിക്കരുത്, സേവിക്കരുത്. ദൈവത്തിന്റെ കൽപ്പനയാണല്ലോ. അപ്പൊ നമ്മൾ എത്ര നല്ലത് അറിയത്തില്ല, നമ്മൾ ആരും പഠിപ്പിച്ചില്ല. ആ രീതിയിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ അമ്മ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ ഇങ്ങനെ കാണുന്നല്ലോ, അപ്പൊ അത് ബൈബിൾ പ്രകാരം അത് ശരിയാണോ എന്ന് വെച്ചാൽ അച്ഛനെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഒരക്ഷരം പോലും അച്ഛനും മിണ്ടിയില്ല. അത് കഴിഞ്ഞ അടുത്ത ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു മധ്യസ്ഥൻ ആരുമില്ല, യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ 1 തിമോത്തി 2:5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നാൾ അവരോട് ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നതല്ലേ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബൈബിളിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരു മധ്യസ്ഥനോടും പ്രാർത്ഥിക്കാൻ പാടില്ല, യേശു കർത്താവ് മാത്രമാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടുള്ളതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പൊ അത് വചനപ്രകാരം നോക്കുമ്പോൾ തെറ്റാണല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട്
ഞങ്ങളിങ്ങനെ അതുപോലെ നമ്മൾ മാമോദീസ മുക്കുന്നു നമ്മൾ കുഞ്ഞുനാളിൽ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്താനായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയുടെ സുവിശേഷം പ്രസംഗിക്കുവേൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തി സകല ജാതികളെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണല്ലോ ബൈബിളിൽ. അപ്പൊ പോയി സുവിശേഷം പറഞ്ഞ സുവിശേഷം കേൾക്കാൻ പ്രായമായ വ്യക്തികൾ വിശ്വസിച്ചാൽ മാത്രം, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും വിശ്വസിക്കാത്തവർക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, അങ്ങനെ ശിഷ്യരാക്കണം. അപ്പൊ അങ്ങനെയല്ല വചനങ്ങൾ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കടിയായി തീർന്നു. അതൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനോട് ഒന്നും മിണ്ടാതെ, കാരണം ബൈബിളിലെ കാര്യങ്ങൾ തെറ്റാന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ അച്ഛൻ അവസാനം പറഞ്ഞത്, എടുത്ത് നിങ്ങൾ പോയ പാത സത്യമാണ്, സത്യമായ വഴികളാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചങ്ങണത്, നിങ്ങളെ ദൈവാനാഥ കൂടെ മുന്നോട്ട് നടത്തട്ടെ, ഞാനും ഈ അനുഭവത്തിൽ വരാൻ വേണ്ടി എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അച്ഛനൊരു അക്ഷരം പറയാതെ അവിടുന്ന് പോകാൻ തക്കോടിയായി തീർന്നു. അങ്ങനെ എൻ്റെ അമ്മച്ച നല്ല ധൈര്യവതിയായിരുന്നു. അമ്മച്ച എപ്പോഴും ബൈബിൾ വായിക്കാൻ, ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അമ്മച്ചക്ക് ഒരു മനപ്പാടം പോലെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾ ഒറ്റ വീട്, ഞങ്ങൾ ഒരു വീട് തന്നെ ഏകദേശം ഒരു 13 വർഷത്തോളം ഒറ്റക്കായിട്ട്, കാരണം ആരും ഞങ്ങളുടെ കൂടെ സഹകരിക്കാനില്ല. എങ്കിലും ദൈവം ഞങ്ങളെ എൻ്റെ അപ്പച്ചന് സൗഖ്യം കൊടുത്ത്, അപ്പൊ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ ചില ആഴ്ചകളെ ജീവിക്കത്തുള്ളൂ, ശേഷം ലോകത്തുനിന്ന് മാറ്റപ്പെടും, ഈ വ്യക്തിയെക്കുറിച്ച് പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ വിധിയെ തള്ളിയത്. അതിനുശേഷം എൻ്റെ അപ്പച്ചൻ ദൈവം സൗഖ്യമാക്കിയതിനു ശേഷം ഒരു 44 വർഷത്തോളം, 84ാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ പിന്നെ മരിക്കുന്നത്. അന്ന് അപ്പച്ചന് ഏകദേശം 40 വയസ്സാണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പൊ ദൈവം അത്ഭുത സൗഖ്യമാക്കി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ആരും തന്നെ ഒരു മരുന്ന് ഉപയോഗിക്കുക ഒന്നും ചെയ്തില്ലായിരുന്നു. വർഷങ്ങളോളം ഞങ്ങൾ ദൈവത്തെ അസുഖം എന്തായാലൊക്കെ വരും, പക്ഷെ പ്രാർത്ഥിക്കും, ദൈവസൗഖ്യമാക്കും. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഞാനൊക്കെ കുറച്ച് പ്രായമായിട്ട് വളർന്നു തുടങ്ങിയപ്പോൾ ഈ ഒരു അനുഭവത്തിൽ പോയപ്പോൾ മറ്റുള്ള എല്ലാവരും ദുഷിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് പ്രയാസമായി തോന്നി. അപ്പച്ചന് സൗഖ്യം കിട്ടുന്ന നല്ല കാര്യം, പക്ഷെ ഇങ്ങനെ പോയത് കൊണ്ട് ഒത്തിരി നിന്നേക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ. അപ്പൊ ഞാൻ വളർന്നപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ അങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരുടെ ഒത്തൊക്കെ ഞാൻ പള്ളിയിൽ പോകും, അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ എന്നോട് ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വരുന്ന, എൻ്റെ വീട്ടിലെ അമ്മച്ചൊക്കെ പോകുന്നിടത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നവർ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഒത്തിരി എതിർക്കാനും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരോട് കുറച്ച് പറയണമെങ്കിൽ ബൈബിൾ തന്നെ ശരിക്കും വായിക്കണം, അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബൈബിൾ കുറെ വായിക്കാൻ തുടങ്ങി. ഇവരോട് എനിക്ക് എതിർക്കണം, സംസാരിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് പറയുന്നത് യഥാർത്ഥമായ സത്യമാണെന്ന്. അപ്പൊ ഞാൻ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ, വചനപ്രകാരം ജീവിച്ചാലല്ലേ നിത്യത്തിൽ പോകാൻ തക്കണം സാധ്യമായി തീർന്നു. അപ്പൊ എന്നെ വളരെയധികം ചിന്തിക്കുവാൻ തക്കനോടിയായി തീർന്നു. പിന്നെ ചിന്തിച്ച് ഞാൻ പിന്നെ കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് പോകുന്ന യഥാർത്ഥമായിട്ട് സത്യ പാതയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് വർഷം കഴിഞ്ഞു പ്രിയ ഇവിടെ വിയ തമ്പി പാസ്റ്റർ കുടുംബം തമ്പിച്ചായൻ അവര് കുറെ ദൈവദാസന്മാരായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ദൈവശബ്ദം കേട്ട് പറവൂർക്ക് പോകാന്നുള്ള ആ ശബ്ദം കേട്ട് അതിനനുസരിച്ചാണ് തമ്പിച്ചായനൊക്കെ അവിടെ വന്ന് ഒരു ക്രൂസൈഡ് നടത്തി. ഞങ്ങളുടെയൊക്കെ വീടിനെ കുറച്ച് മാറി ക്രൂസൈഡ് നടത്തിയപ്പോൾ അവര് നോട്ടീസ് വിതരണം ചെയ്താണ്. അത് റോട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ കൊടിയായി തീർന്നു. ഞാൻ നോട്ടീസാണ്. അപ്പൊ വേറെ ആരും ഞങ്ങൾ നാട്ടിലെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ ഒറ്റ കുടുംബമാണ്, ഒറ്റ വർഷങ്ങളോളം ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ നോട്ടീസ് കിട്ടി ഞങ്ങൾ ഓർത്തു, ഇത്രയും വർഷങ്ങൾ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വളരെ സന്തോഷിച്ച് ഞങ്ങൾ ഇവിടെ കടന്നുപോയി. ഗോസ്പൽ സിംഗേഴ്സ് പാടുന്നു. അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് പാടാൻ ഒരു കഴിവില്ല, എൻ്റെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് പാടും, ഞാൻ മാത്രമേ പാടാൻ കഴിവുള്ളൂ. അപ്പൊ എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ ചുറ്റുപാടത്തെ ആൾക്കാരെല്ലാം അയൽവക്കാരൊക്കെ ക്രൂസിന് കടന്നു വന്നൊക്കെയായിരുന്നു. വലിയൊരു ജനം അവിടെ കൂടെ വന്നൊക്കെയായിരുന്നു. അന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ചു. 1982 അങ്ങനെ അന്ന് കേട്ട വചനം എൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് പതിയാത്തിക്കൊണ്ടായിരുന്നു. അന്നാണ് യഥാർത്ഥം ഞാൻ ഒരു പാപിയാണെന്നും ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നിത്യത പ്രാപിപ്പാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം അന്ന് എനിക്ക് ശരിക്കും ഉണ്ടായി. അപ്പൊ അന്ന് ഞാൻ തമിച്ചാൻ ഇങ്ങനെ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്നു. അവിടെ കൂടിയ എല്ലാ ജനവും, ഞാനും ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നു. യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന പ്രാർത്ഥന വാചൊല്ലി തന്നു. അത് ഞങ്ങള് ഹൃദയംഗമായിട്ട് എല്ലാവരും വെച്ചു. അന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് ശരിക്കും ഒരു തിരിച്ചറിവ് കിട്ടി. ഞാൻ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി
ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റുപറയത് രക്ഷിക്കപ്പെടും എന്നുള്ള വചനപ്രകാരം അന്ന് ഞാനും ആ കൂട്ടത്തിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഏറ്റുപറഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്ക് ദൈവത്തോട് കൂടുതലായിട്ട് ദൈവത്തിനോട് ജീവിതത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയാമ്മ തമ്പി ആൻറ്റി ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കുറെ സഹോദരിമാരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ലേഡീസ് മീറ്റിംഗ് വെച്ചത്. അപ്പൊ അന്നാണ് ആൻറ്റി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആൻറ്റി ഇങ്ങനെ എഴുന്നേറ്റുന്ന ഒരൊറ്റ നല്ലൊരു പ്രസംഗം കർത്താവിനെ കുറിച്ച് ഇങ്ങനെ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, നമ്മൾ പാട്ടും പാടി പ്രാർത്ഥി സന്തോഷത്തോടെ നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ നമ്മളെ പോലെ എത്രയോ ആയിരങ്ങൾ ജനങ്ങൾ ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, സത്യം അറിയാതെ വചനപ്രകാരം ജീവിപ്പാൻ കഴിയാതെ അനേകര് തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ സന്തോഷിച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ചും പോകാൻ മാത്രമല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയാനാണ്. നമ്മൾ പോയി പറയുന്നില്ല, ആര് പോയി പറയും? നമ്മൾ പോയി പറയാതെ മറ്റുള്ളവർ എങ്ങനെ കർത്താവിനെ ആ സത്യതാർത്ഥം തിരിച്ചറിയും? അങ്ങനെയൊക്കെ വലിയ ആത്മഭാരത്തോടെയുള്ള ആ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പർശിക്കും അന്നൊക്കെ ഇടയായിത്തീർന്നു. അപ്പൊ അതുവരെ എനിക്ക് ഒരിക്കലും അറിയത്തില്ല സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ സഹോദരിമാർക്ക് കഴിയുമെന്നും കർത്താവിന് വേല ചെയ്യാൻ കഴിയുമെന്നും അന്നത്തെ ആദ്യമായിട്ടുള്ള അറിവായിരുന്നു. അതുവരെ അങ്ങനെ ചിന്തയെ പോലും ഇല്ലായിരുന്നു. അതൊക്കെ പാസ്റ്റർമാരുടെ ജോലിയാണ് എന്നുള്ള ചിന്തയിലാണ് കടന്നു. അന്ന് മറിയാമ്മാൻ്റെ ആത്മഭാരം നിറഞ്ഞുള്ള ആ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തെ ഒത്തിരി ടച്ച് ചെയ്യാൻ കൂടി അയച്ചു. അന്ന് ഞാൻ കർത്താവിന്റെ സന്നിധാനത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ സഹോദരന്മാര് കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയുമെങ്കിൽ, കർത്താവ് സഹോദരന്മാരെ കൂടെ ആത്മാക്കളെ വിടിവിക്കുമെങ്കിൽ എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ വേലക്കായിട്ട് കർത്താവ് എവിടെ വെച്ചാലും കടന്നു പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് വലിയൊരു ആത്മഭാരന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാണ്ട് ഏറ്റുന്നു. അന്ന് മുതൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലോകത്തിന് വേണ്ടി ഒന്നും വേണ്ട, ദൈവത്തെ പ്രസാദിപ്പിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം, ദൈവവേല ചെയ്ത് എൻ്റെ ജീവിതം തീരണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ കടന്നൊരു അന്തക്കൊടിയായിട്ട് വന്നു. കാരണം എൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയണം, അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കണം, അനേകർക്കൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒറ്റ ഒരു തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ കൊടിയായി തീർന്നു. അങ്ങനെ അന്ന് ആൻറ്റി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഈ 82 ലാസ്റ്റായിരുന്നു. അപ്പൊ 83 നമുക്ക് ലേഡീസിന് ബൈബിൾ കോളേജ് ആരംഭിക്കുകയാണ്, ദിവ്യവേല ചെയ്യാൻ സമർപ്പണമുള്ള സഹോദരിമാരെടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി, എനിക്ക് കർത്താവിനെ വേല ചെയ്യാം. അപ്പൊ ഹൈസ്കൂളിൽ പഠിക്കണം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാനത് പറഞ്ഞില്ല, കാരണം എൻ്റെ വീട്ടുകാരെന്നെ ഒരുപക്ഷെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവരെന്തെങ്കിലും തടസ്സം പറഞ്ഞാലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവര് എല്ലാം പോയി ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി ആൻറ്റിയോട് എന്നും പറഞ്ഞു, ആൻറ്റി എനിക്ക് കർത്താവിന് വേല ചെയ്യാൻ. എന്നിട്ട് ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്പർശിച്ചു. എൻ്റെ ജീവിത കർത്താവിൻ്റെ എനിക്ക് വേല ചെയ്യണം ഒത്തിരിയായി ആഗ്രഹം സമർപ്പിച്ചു. എന്നെ കൂടെ ബൈബിൾ കോളേജ് എടുക്കാൻ വന്ന് ചോദിച്ചു. അങ്ങനെ ആ വർഷം എനിക്ക് എന്നുവെച്ചാൽ ഒത്തിരി ആൾക്കാരെ തികഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് അവർ അടുത്ത വർഷം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്ത 84 കർത്താവിൻ്റെ വചനം പഠിക്കാനായി ഞാൻ കടന്നുപോയി. അവിടെ ഒരു വർഷം തിരുവചനം പഠിച്ചു. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ 10 വർഷത്തോളം വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ വേല ചെയ്യുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ചു. ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന ഒറ്റ ഒരാഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പല സ്ഥലങ്ങളും കടന്നുപോയി ദൈവത്തിന് വേല ചെയ്യുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഒരു ദൈവം തന്നൊരു വെളിപ്പാടനുസരിച്ച് മറിയാമ്മ എന്നെ വിളിച്ചു, ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുവാൻ തക്കാണ്. അങ്ങനെ ദൈവം അത് വെളിപ്പാട് എനിക്ക് കാണിച്ചു. അതുപോലെ തന്നെ ആൻറ്റി എന്നെ വിളിപ്പിക്കാൻ തക്കോടിയായിട്ട് അങ്ങനെ ഞാനിവിടെ കടന്നു വന്നു. 30 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ, അതായത് പ്രാർത്ഥനയിൽ രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ ഞങ്ങളൊരു കൂട്ടം സഹോദരന്മാരുണ്ട്. എല്ലാ ദിവസവും പ്രേറ്റവൽ കയറി പ്രാർത്ഥന ആരാധനയിട്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞ് ചില വീടുകൾ സന്ദർശിക്കാനും സുവിശേഷം പറയാനൊക്കെ കടന്നു പോകും. അങ്ങനെ തമ്പിച്ചാനും ആൻറ്റിയുടെ ആ ജീവിതം ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ചത് അവരാണല്ലോ. അപ്പൊ അവരുടെ ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ താമസിച്ച അവര് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ടും വീട്ടിൽ താമസിച്ച് കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അവര് ദൈവത്തിന് വേണ്ടി ഓടുന്ന ഓട്ടം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അനേക ആത്മാക്കളെ നിത്യത്തിൽ എത്തിക്കുന്ന ഒറ്റ ഒരു വാഞ്ചയോടെ ദൈവത്തിന് വേണ്ടി അവർ ഓടുന്ന ഓട്ടം. വീട്ടിൽ വിശ്രമിക്കാൻ സമയമില്ല, എപ്പോഴും മീറ്റിങ്ങുകള്, പ്രാർത്ഥനകള്, അങ്ങനെയുള്ള സുവിശേഷങ്ങള്, ക്രൂസേഡുകള്, കൺവെൻഷനൊക്കെയും നടത്തി അങ്ങനെ വർഷങ്ങളോളം. അപ്പൊ അവരുടെ ജീവിതവും സമർപ്പണം എന്നെ ഒത്തിരി സ്പർശിക്കാൻ കൊണ്ടിയായി തീർന്നു. അങ്ങനെ വർഷങ്ങള് അവരുടെ ഈ വീട്ടിൽ ഞാൻ ആയിരിക്കുമ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവർ പോകുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കണം ദൈവം എനിക്ക് ഇടയായി തീർന്നു. അതിന് കർത്താവിന് വേല അതുപോലെ ചെയ്യണമെന്നൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിന്റെ കടന്നു വരാത്ത ഇടയായി തീർന്നു. അങ്ങനെ ഇവിടെ പ്രേസലിൽ പ്രാർത്ഥനയുള്ള ബന്ധത്തിലായിരിക്കും. ആൻറ്റിയുടെ 4 മക്കളും അവരെ ദൈവത്തിന് വേണ്ടി
വേലക്കാട് സമർപ്പിച്ചു. ആന്റി തമ്പിച്ചാൻ അങ്ങനെ അവർക്ക് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തക്കവണ്ണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല വിദ്യാഭ്യാസം ദൈവം അവർക്ക് കൊടുക്കാൻ തക്കവടയായി തീർന്നു. അവർ വിവിധ സ്ഥലങ്ങൾ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ് അവരിപ്പോൾ. അവരൊക്കെയും നല്ല ദൈവത്തിന്റെ പ്രകാരം എങ്ങനെ കർത്താവിന് വേണ്ടി എത്രയധികം പ്രയോജനപ്പെടാം അതുപോലെ അവരുടെ ജീവിതത്തിൽ സമയം പോലും നഷ്ടമാക്കാതെ കർത്താവിന്റെ വേലക്കാട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അവരുടെ പിന്നിൽ പ്രാർത്ഥന ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവ് ദൈവയ്ക്ക് തന്നു. അങ്ങനെ ആന്റി മക്കള് അതുപോലെ എല്ലാ ദൈവത്തിന്റെ വേലക്കാരെ ഓർത്ത് ഞങ്ങൾ പ്രയത്നം നിത്യം പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഈ ദൈവിക സത്യങ്ങൾ അറിഞ്ഞു എനിക്ക് മറ്റുള്ളവർ പങ്കുവയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ജീവിതത്തില്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു വിവാഹം പോലും കഴിക്കേണ്ട ദൈവത്തിന്റെ വേലക്കാട്ട് അവസാന ശ്വാസം വരെ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിക്കണം എന്നുള്ള തീരുമാനം എടുത്താൽ ഞാൻ മുന്നോട്ട് രംഗന്തക്കൊടയായി തീർന്നു. എന്ന് പറഞ്ഞാല് കർത്താവിന്റെ വചനം പറയുന്ന ആ വചനപ്രകാരം ജീവിക്കാത്ത ആർക്കും തന്നെ നിത്യത്തിന് പോകാൻ സാധ്യമല്ല. അപ്പൊ ആ ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മറ്റുള്ളവരോട് പറയണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കർത്താവിന്റെ വചനത്തിൽ പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണം, നമ്മൾ വിശ്വാസ സ്നാനം സ്വീകരിക്കണം, അതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരും എനിക്ക് അതിനോടൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഞാനിങ്ങനെ വചനം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അതായത് റോമർ 10:9 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുവിനെ കർത്താവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാവുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമെന്ന് രക്ഷിക്കപ്പെടും എന്നാണ് ആ വായിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ള വിടുതല. ശിക്ഷ എന്ന് പറഞ്ഞാൽ ആദാമ്യ വർഗ നിമിത്തം പാവികളായിത്തീർന്ന് നമ്മൾ ശിക്ഷയ്ക്കും മരണത്തിനും വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിപ്പാനാണല്ലോ യേശു കർത്താവ് സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തെ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കട്ടെ. ദൈവം യേശുവിനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തെ രക്ഷിപ്പാനാണ് യേശു കർത്താവ് വന്നത്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ, ലോകരക്ഷകൻ യേശു കർത്താവ്. അപ്പയും യേശു വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ. ഏവരും എന്ന് പറയുമ്പോൾ സകല ആൾക്കാരകത്ത് ഉൾപ്പെടുകയാണ്. എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതായത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരുപോലെ മനുഷ്യൻ പാപിയാണെന്ന്. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നിത്യ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു രക്ഷ നമുക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാണ് യേശു കർത്താവ് എന്ന നാമത്തിൽ കർത്താവ് ഭൂമിയിൽ ജനിച്ചു വളർന്നു, പാപം കൂടാതെ ജനിച്ചു, പാപം കൂടാതെ ജീവിച്ചു, പാപം കൂടാതെ മരിക്കും എന്ന കൊടിയായിട്ട് നമ്മുടെ എല്ലാ മനുഷ്യരുടെ പാപത്തെ തൻ്റെ മേലാക്കിക്കൊണ്ട് യേശു ഒരു പാപം ചെയ്തിട്ടില്ല, യേശുവിന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല എന്തൊക്കെയും വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ യേശു എന്തിനാ ക്രൂശിക്കപ്പെട്ടത്? ആർക്കു വേണ്ടി? അപ്പൊ ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തെ യേശുവിന്റെ മേലാക്കിയിട്ട് വചനം കർത്താവ് തന്നെ ഭൂമിയിലായിരുന്ന പ്രകാരം പറഞ്ഞല്ലോ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും വലിയ സ്നേഹം ആർക്കുമില്ല. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നിവർത്തിക്കുകയാണ് നമ്മൾ സ്നേഹിതന്മാരായി കണ്ടിട്ട്. കാരണം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ആദാമ്യ വർഗ നിമിത്തം തന്നെ അനുസരണക്കേട് കാണിച്ചു, പാപത്തിലേക്ക് മനുഷ്യൻ അകപ്പെട്ടു. അങ്ങനെ പാവികളായി നമ്മൾ ദൈവത്തോട് ശത്രുക്കളാണ്, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു നമ്മളെ. എന്നാൽ നമ്മളെ ഒരു ശത്രുവായിട്ട് കാണാതെ ദൈവം നമ്മളെ കർത്താവ് സ്നേഹിതന്മാരായിട്ട് കണ്ട് കർത്താവ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും അധിക സ്നേഹം ആർക്കുമില്ല. അത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് ജീവൻ തരും അന്തക്കൊട്ടയായിട്ട്. അപ്പൊ നാം ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് നാം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത എല്ലാ ശിക്ഷകളും നമുക്കാ ലഭിക്കേണ്ടിയിരുന്നു. പാവികളായ ഓരോ മനുഷ്യരും ആ ശിക്ഷ അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് ആ നമ്മുടെ പാപത്തിന്റെ എല്ലാ ശിക്ഷകളും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് താൻ പാപം ചെയ്ത പോലുള്ള ശിക്ഷ തന്നെ അനുഭവിക്കുകയാണ്. അതുപോലെ പാപത്തിന്റെ ശമ്പളം മരണം അത്രേ കർത്താവിന്റെ വചനം പറയുന്നു. അപ്പൊ പാപം ചെയ്ത ദേഹി മരിക്കുന്ന നിശ്ചയം. അപ്പോ ആ പാപത്തിന്റെ ഫലമായി നമ്മളെല്ലാം മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. നമ്മുടെ ശാപത്തെയും പാപത്തെയും എല്ലാം യേശു കർത്താവ് തന്റെ മേൽ സ്വയമായിട്ട് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ശിക്ഷകൾ കർത്താവ് നിന്നു കൊടുത്തു. ഒത്തിരി കർത്താവായ യേശു ക്രിസ്തു ഒത്തിരി ശിക്ഷിക്കുകയും അടിക്കുകയും ചാട്ടുവാറിന്റെ അടിക്കുകയും എല്ലാം ചെയ്തത് അതൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. നമ്മളത് അനുഭവിക്കാതിരിക്കുക, നമ്മളെ ഫ്രീ ആയിട്ട് വിടുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ സ്വതന്ത്രമാക്കുവാൻ യേശു ക്രിസ്തു ആ ശിക്ഷകളെല്ലാം ഏറ്റെടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ കർത്താവിന്റെ മരണത്തിൽ കൂടി കർത്താവ് മരിച്ചു. 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റിലും കർത്താവിൽ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അനേകം മഹാന്മാരുടെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവിന്റെ കല്ലറ ഇന്നും തുറന്നെടുക്കുകയാണ്.
അവൻ ഇവിടെ ഇല്ല എന്ന് അത് എഴുതി വെച്ചിരിക്കുന്നു. കാരണം 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയി. അപ്പൊ ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ എന്താ ചെയ്യണം? കർത്താവ് ക്രൂശിന് മരിക്കുന്ന സമയം അവസാനം ഇങ്ങനെ പറഞ്ഞു, സകലം നിവൃത്തിയായി എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് കർത്താവ് പ്രാണന് വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാപിയായ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ നാം എന്ത് ചെയ്യണമായിരുന്നു? അതെല്ലാം കർത്താവ് നമുക്ക് പകരമായിട്ട് ഏറ്റെടുത്ത് തന്നെ ശരീരത്തിൽ ശിക്ഷ അനുഭവിച്ചു. നാം മരിക്കേണ്ട മരണം കർത്താവ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ശിക്ഷകളും കർത്താവ് ശരീരത്തിൽ താൻ ഏറ്റെടുത്ത് കഴിഞ്ഞ അവസാന നിമിഷം മരിക്കാൻ 1-ാം നിമിഷത്തിൽ കർത്താവ് സംതൃപ്തിയോടെ, തനിക്ക് ഒത്തിരി കർത്താവിന് വേദനപ്പെടുമ്പോഴും കർത്താവ് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഈ മനുഷ്യവർഗത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തക്കണം ഇടയായില്ല. ആ സംതൃപ്തിയോടെ കർത്താവ് പറയാണ് സകലം നിവൃത്തിയായി എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടാണ് യേശു പ്രാണന് വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാപിയായി മനുഷ്യൻ രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അത് കർത്താവ് ചെയ്തു. കർത്താവ് നിവർത്തിച്ചു. ഇനി നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമുക്ക് രക്ഷ. രക്ഷദാനമാണ്. അത് യേശു കർത്താവിൽ കൂടെ ആ രക്ഷ ദാനമായിട്ട് നമ്മൾ ലഭിക്കുന്നു. അതെല്ലാം നമ്മൾ രക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്തെല്ലാം ചെയ്താലും, നേർച്ച കാഴ്ചകളോ അല്ലെങ്കിൽ എത്ര രക്ഷകളെ പണം മുടക്കിയാലോ നമുക്ക് ഒരിക്കലും ആ രക്ഷ ലഭിക്കുകയില്ല. രക്ഷദാനം എല്ലാവർക്കും ഒരുപോലെ. അത് കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപനിമിത്തമാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷയും ഞാൻ അനുഭവിക്കേണ്ട മരണം കർത്താവ് സ്വയമാറ്റി ഏറ്റെടുത്തു. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തിൽ കൂടി നമുക്ക് നിത്യജീവൻ വീണ്ടെടുപ്പ് നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ യേശു കർത്താവിന് നമ്മൾ അറിയാതെ ചെയ്തു പോയി എല്ലാ പാപങ്ങളും മനസ്സോടെ കുറ്റങ്ങൾ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റുപറയുന്നവർ രക്ഷിക്കപ്പെടും. അതാണ് രക്ഷിക്കപ്പെടാന്ന് പറയുമ്പോൾ. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിൽ യേശുവെ ഞാൻ ചെയ്ത എല്ലാ പാപത്തിനും കർത്താവ് മരിച്ചു, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു. യേശുവെ അവിടുത്തെ രക്ഷകന് കർത്താവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങനെ രക്ഷകനാണ് എന്ന് നാം ചില വാക്കുകൾ ഹൃദയമായിട്ട് ഏറ്റുപറയുമ്പോൾ ആ നിമിഷത്തിൽ കർത്താവ് നമ്മുടെ എല്ലാ കുറവുകളും പാപങ്ങളും ക്ഷമിച്ച്, കർത്താവിന്റെ വചനം പറയുന്നു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തെ എഴുതിയിട്ടുണ്ട്. ആ ഏറ്റുപറയുന്ന മാത്രയില് നമ്മുടെ പാപങ്ങൾ കർത്താവ് രക്തത്താൽ കഴുകി വെടിപ്പാക്കിയാണ്, ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയെ പിന്നെ ദൈവം കാണുന്നത് ഒരിക്കൽ പോലും പാപം ചെയ്യാത്തൊരു വ്യക്തി എങ്ങനെയാണോ അങ്ങനെ കർത്താവ് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുകയാണ്. യേശുവിന്റെ രക്ത സകല പാപങ്ങൾക്ക് ശുദ്ധീകരിക്കുന്ന പറയുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി വചന നീതിമാൻ എന്നുള്ള പേര്. ദൈവം നമ്മളെ നീതീകരിക്കുകയാണ്. ബൈബിളിൽ വായിക്കുന്ന നീതിമാന്റെ ശ്രദ്ധേയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെട്ട ചില കർത്താവിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം നമുക്ക് മറുപടി നൽകി മാറ്റിക്കൊണ്ടയായി തീരും. അങ്ങനെ യേശു കർത്താവിന്റെ വചനം രക്ഷിക്കപ്പെട്ട വ്യക്തി അടുത്തത് ചെയ്യേണ്ട വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനതൊക്കെ ഇതൊക്കെ ഓരോന്നായിട്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആ ബോധ്യം ലഭിക്കാൻ തക്കപടിയായി തീർന്നത്. കർത്താവ് പറഞ്ഞു, അതായത് താവർ നിങ്ങൾ ലോകമേം കടന്നുപോയി സകല സ്ത്രീകൾ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷ അവനകപ്പെടും. അപ്പൊ വിശ്വസിച്ചിട്ട് ആണ് കർത്താവ് ആരാണ്, എന്താണ്, എന്തിനു വന്നു, നമ്മളെ പാവികളാണെന്നോ പാവികളാണ് നമുക്ക് കർത്താവ് മരിച്ചു എന്നുള്ള ആ തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷം നമ്മൾ യേശുവിനോട് പാവങ്ങൾ ഏറ്റവും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് യേശു കർത്താവിന്റെ ഉള്ളത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തിയിലാണ് പിന്നീടാണ് നമ്മൾ സ്നാനം എത്തി യേശുവിനോട് ചേരേണ്ടത്. അപ്പൊ ഇതൊക്കെ ഞാൻ പള്ളിയിൽ ചെറുപ്പത്തിലെ പോയപ്പോ മാമദീസ മുങ്ങിയിട്ടുണ്ടോന്നൊക്കെ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ വചനം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായി തീർന്നത്. അപ്പൊ കുഞ്ഞുനാള് നമുക്ക് അറിവില്ല, നമ്മൾ ആരെന്താന്ന് അറിവില്ലാതെ നമ്മൾ ഓർക്കുന്ന പോലും ഇല്ല അങ്ങനെ ചെയ്ത്. അപ്പൊ അവിടെ മാമദിസ മുക്കുന്നു പറയാം, പക്ഷെ മുക്കല്ല തളിക്കുകയാണ്. അപ്പൊ അത് ആ വാക്ക് പോലും തന്നെ അത് ശരിയായിട്ടുള്ള വാക്കല്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തിന്റെ വചനം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്നാനം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയാൻ. ചുരുക്കി പറഞ്ഞാൽ മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്ന ഒരു ശുശ്രൂഷയുടെ സ്നാനത്തിൽ കൂടെ നടക്കുന്നത്. അപ്പൊ റോമർക്ക് എഴുതിയ 6-ാം അധ്യായം 1 തുടങ്ങി താഴോട്ട് ചില വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് സ്നാനത്തെ കുറിച്ചവിടെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ വായിച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് സ്നാനം നമ്മൾ അത് സത്യമാണ് വിശ്വസിച്ച് നമ്മൾ അറിവ് വെച്ചതിന് ശേഷമാണ് ചെയ്യണം. അതായത് കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും സാദൃശീകരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു എന്താ നമ്മുടെ പാപ നിമിത്തമാണ് യേശു കർത്താവ് മരിക്കേണ്ടി വന്നത്. അപ്പൊ കർത്താവ് നമ്മുടെ പാപം യേശുവിന് ആക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ പാപനിമിത്തം കർത്താവ് മരിക്കുകയാണ്.
അപ്പൊ മരിച്ച വ്യക്തി, അതാ മരിച്ചു കഴിഞ്ഞ കർത്താവിനെ കല്ലറയിൽ വെക്കുകയാണ്. കല്ലറയിൽ വെച്ച് കഴിഞ്ഞപ്പോ 3 ദിവസം ആ കല്ലറ ചുറ്റുവട്ടം നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ യേശുവിനെ ഈ 3 ദിവസം നമുക്ക് പുറമെ കാണാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ആ കല്ലറക്കകത്ത് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മരിച്ച വ്യക്തിയെ കുഴിച്ചിടുക. അപ്പൊ അന്നത്തെ കാലത്ത് കല്ലറയിലാണ്, ഇപ്പോഴത്തെ കാലത്തൊക്കെ കുഴിച്ചിടുന്നു, അങ്ങനെ കല്ലറയിലൊക്കെ വെക്കുന്നുണ്ട്. എങ്കിലും അപ്പൊ മരിച്ച വ്യക്തി കുഴിച്ചിടണം, അതാണ് സ്നാനത്തിൽ നടക്കേണ്ടത്. അത് ഞാൻ മനസ്സിലായി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം കർത്താവ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ നമ്മളത് ഏറ്റു പറഞ്ഞ് നമ്മുടെ പാപം ചെയ്യുന്ന സ്വഭാവമായ ആ മനുഷ്യനെ നമ്മൾ മരിപ്പിക്കുക. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അത് നമ്മൾ ആ പാപത്തെ സ്വഭാവത്തെ നമ്മൾ മരിപ്പിക്കുക. അപ്പൊ മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്നതാണ്, അത് സാദൃശികമായിട്ട് ചെയ്യുന്നതാണ്. വെള്ളത്തിൽ പിതാവിന്റെ പുത്രന്റെ മനുഷ്യനാമത്തിൽ ഞങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞ് ദൈവദാസന് കഴിക്കുകയും നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ നമ്മൾ ആ പാപം ചെയ്യുന്ന സ്വഭാവമായ ആ മനുഷ്യനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അതിനെ മരിപ്പിക്കുകയാണ്. ആ മരിച്ച വ്യക്തിയെ കുഴിച്ചിടണമല്ലോ. അപ്പൊ കുഴിച്ചിടുന്ന ശുശ്രൂഷ ആണ് വെള്ളത്തിൽ നമ്മളെ മുക്കുമ്പോൾ, ഒരു നിമിഷം വെള്ളത്തിന്റെ അകത്ത് നമ്മൾ ആയിത്തീരുമ്പോൾ. യേശു കർത്താവ് കല്ലറയില് 3 ദിവസം ഇരുന്നതിന് തുല്യമായിട്ട് നമ്മൾ ഒരു നിമിഷം ഈ വെള്ളത്തിന്റെ അകത്ത്, കല്ലറയ്ക്ക് തുല്യമായിട്ട് ഈ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ ഒരു നിമിഷം മുങ്ങുമ്പോൾ ഈ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ആരും കാണുന്നില്ല. കർത്താവ് കല്ലറയിൽ ഇരുന്നു, കർത്താവിനെ ആർക്കും ആ ദിവസം കാണാൻ പറ്റാത്ത പോലെ നമ്മുടെ വെള്ളത്തിന്റെ അകത്ത് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു നിമിഷം നമ്മളെ ലോകത്ത് ആർക്കും കാണാൻ പറ്റുന്നില്ല. പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ യേശു കർത്താവ് 3 ദിവസം ഉയർത്തെഴുന്നേറ്റത്തിന് തുല്യമായിട്ട്, എന്ന് വെച്ചാൽ ജീവനുണ്ട്. നമുക്കിപ്പോ വെള്ളത്തിന്റെ അടിയിൽ 3 ദിവസം ഇരിക്കാൻ പറ്റത്തില്ല. അത് സാദൃശ്യമായിട്ടാണ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അത് റോമർ 6-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് യഥാർത്ഥ സ്നാനം. യേശു കർത്താവിനൊപ്പം മരിക്കുക, യേശു കർത്താവിനൊപ്പം കുഴിച്ചിടുക, യേശു കർത്താവിനൊപ്പം ഉയർത്തി നിൽക്കുക. അതാണ് സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനത്തിന് വളരെ എതിർത്തൊരു വ്യക്തിയായിരുന്നു. സ്നാനപ്പെടാൻ ആദ്യം അവിടെ വന്ന് ക്ലാസ് എടുത്ത സമയത്തൊക്കെ ഞാൻ അതിനെ എതിർത്ത് ഇങ്ങനെ സ്നാനപ്പെടാതെല്ലാം മാറുന്ന വ്യക്തിയാണ്. പിന്നീട് ഞാൻ പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് യാഥാർത്ഥ്യം, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കർത്താവിന്റെ സന്നിധാനത്തിൽ പാപങ്ങളെല്ലാം ഏറ്റവും അനുഭവിച്ച കുഴിച്ചിടുന്ന ശുശ്രൂഷ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ സ്നാനത്തിന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു, മുന്നോട്ട് ഇറങ്ങി. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് കാത്തിരുന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ആ ഒരു വചനം. അപ്പൊ കർത്താവിന്റെ സന്നിധാനത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, അതിനെ ആഗ്രഹിച്ച് ദിവസം കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അന്യഭാഷ ഇടയാത്തോന്നു. നമ്മളിപ്പോ ഒരു കുടത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം നിറഞ്ഞ് നമ്മൾ ബോധ്യപ്പെട്ട് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം തുളുമ്പി വെളിയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ അന്യഭാഷയായിട്ട് നമ്മൾ വെളിയിൽ വരും. അതാണ് യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മ പ്രാപിച്ചു ആത്മാവ് നിറഞ്ഞെന്നുള്ള തെളിവ്. അങ്ങനെ അന്യഭാഷ കർത്താവ് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അങ്ങനെ ഈ ദൈവത്തിന്റെ വചനം അനേകം അറിയുന്നില്ല, മറ്റുള്ളവരോട് പറഞ്ഞാലും ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ യഥാർത്ഥ സത്യം ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറയേണ്ട ഒരു ആവശ്യമാണ് ദൈവം നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് എല്ലാവരും പോയി സത്യം പറയണം, അനേകരെ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കണം. ആ ഒരൊറ്റ ഒരു ആഗ്രഹം മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ തക്കണം ഇടയായിത്തീർന്നത്. അങ്ങനെ കടന്നുപോയി. ശേഷം ഇവിടെ പ്രയറിൽ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു ഞങ്ങള്. പിന്നെ ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ താമസിക്കുന്ന സഹോദരി റേച്ചൽ എന്നാണ് പേര്. റേച്ചൽ ആ സിസ്റ്റർ ഒരു ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ചാൻസ് ലഭിച്ചു. അങ്ങനെ താൻ കടന്നുപോയി ആ സ്ഥാനത്ത്. അവർ കടന്നുപോയി കഴിഞ്ഞ് പിന്നെ താൻ അവധിക്ക് ഇങ്ങനെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ പോയ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. അപ്പൊ ഇവിടെ ആന്റിയുടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്തുള്ള ഭിത്തിയില് വേൾഡ് മാപ്പിന്റെ വലിയൊരു പടം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാ രാജ്യങ്ങളും പേര് എന്ന് പറഞ്ഞാൽ ആന്റിക്ക് നമിച്ചാനൊക്കെ ഉള്ള സമയത്ത് അവര് മക്കളെല്ലാവരും ആ വേൾഡ് മാപ്പ് പടത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ലോകം മുഴുവനും സുവിശേഷത്വാനും ലോകത്തിലെ എല്ലാ ജനങ്ങളും ദൈവത്തെ അറിയണം എന്നുള്ള ആ പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്ക് ഞങ്ങളൊക്കെ കിട്ടുന്ന സമയം ഫ്രീ ആയിട്ട് സമയത്തൊക്കെ അതിനകത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പൊ അന്ന് ഈ റേച്ചൽ ടീച്ചർ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പോയ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ വേൾഡ് മാപ്പിനകത്ത് കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ ഇത് ഫീജി എന്നൊരു സ്ഥലമാണ്. അപ്പം ഫീജി അതൊരു ഐലൻഡാണ്, അതൊരു ഏറ്റവും ചെറിയ ഒരു രാജ്യമാണ്. അങ്ങനെ
അവിടെ ചെന്ന് കാണിച്ച ഭൂമിയുടെ അറ്റത്താണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ഒരു വാക്യം ഓടി വന്നു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോടെ എൻ്റെ സാക്ഷികളാകും എന്നുള്ള വചനം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് രചന പോയതിനു ശേഷം ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭൂമിയുടെ അറ്റത്ത് പോകണം, എനിക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കണം, കർത്താവ് എന്നെ അയക്കണമേ, അയച്ചതിനാ സ്തോത്രം. വിശ്വാസത്താല് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഏത് വിഷയം വന്നാലും ഞാൻ ഒന്നോ രണ്ടോ വാക്കിൽ പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് തരുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് അന്നേരം തന്നെ ആ പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കർത്താവ് എനിക്ക് ഏത് കാര്യം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്നു കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു വാക്ക് പ്രാർത്ഥിക്കും, സന്ധ്യനാ സ്തോത്രം അത് വിടും. പിന്നെ കർത്താവ് കൊണ്ട് എൻ്റെ കയ്യിൽ ഏതൊരു ആവശ്യം എന്ത് കാര്യമാണെങ്കിലും അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പൊ ഈ ഇച്ചിരി പോയിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു. അപ്പൊ താൻ ലെറ്റർ അയക്കുമായിരുന്നു. അപ്പൊ ആന്റിയോട് പറയും, ആന്റി, അപ്പൊ ആന്റിക്ക് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ശുശ്രൂഷക്കായിട്ടൊക്കെ മീറ്റിങ്ങിനൊക്കെ ക്ഷണിച്ച് അങ്ങനെ ആന്റി പോകാറുണ്ട്. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടെ പോകാറുണ്ട്. അപ്പൊ ഈ റേച്ചൽ ടീച്ചർ പറഞ്ഞു, ആന്റി ഇനി ഓസ്ട്രേലിയ വരുമ്പോൾ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് കയറണേ, എൻ്റെ അടുത്തൊന്ന് ഒരാഴ്ച വന്ന് താമസിച്ചിട്ട് പോണേന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയോട് എപ്പോഴും പറയുമായിരുന്നു. കത്ത് വരുമായിരുന്നു, എൻ്റെ പേരിലും കത്തയക്കും. അപ്പൊ ആന്റിക്ക് വരുന്ന കത്ത് ആന്റി എന്നെ തന്നിട്ട് ഇത് വായിച്ചിട്ട് മറുപടി അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് എനിക്ക് മറുപടി അയക്കുന്നത്. അപ്പൊ ഞാനിത് വായിച്ചിട്ടുണ്ട്, ടീച്ചറെ പലപ്പോഴും ആവശ്യപ്പെട്ടു. അപ്പൊ ആന്റി അങ്ങനെ പോകാന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെന്ന് ആന്റിയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ തന്നെ 3 or 4 മീറ്റിംഗ് പ്രസംഗിക്കേണ്ടി വരും. പിന്നെ ആ 4 സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ ആ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ ജനവും ആന്റിയുടെ മുമ്പിലോട്ട് വരും, ആന്റി കവിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥന, അങ്ങനെ ഈ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു, അങ്ങനെ പ്രാർത്ഥന. പിന്നെ വീടുകളിൽ ആന്റിനെ വിളിച്ചുകൊണ്ട് പോകും. പല ഭൂതം ബാധിച്ചവരും വളരെയധികം പ്രയാസത്തിലിരിക്കുന്ന വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കേണ്ടതിന് ആന്റിനെ അവര് വ്യക്തിപരമായി വിട്ടു വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ അങ്ങനെയല്ല പ്രാർത്ഥന. അപ്പൊ ഇപ്പോഴും ഈ വായിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ ആന്റിയുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും അതിന് വളരെ ക്ഷീണരായിട്ട് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ തലയൊന്നും അനക്കാൻ പറ്റത്തില്ല, വായെല്ലാം ഇതായിട്ട്, തൊണ്ടെല്ലാം ഇതായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ റേച്ചൽ ടീച്ചറിന്റെ അടുത്ത് പലപ്പോഴും കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇക്ക സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് അവിടെ പോയി സാക്ഷ്യമാണ്. എങ്ങനെ പോകാൻ എന്താണെന്ന് എനിക്കറിയില്ല, കർത്താവിനെ പറഞ്ഞു, കർത്താവ് ചെയ്യുന്നതിന് നല്ല ഉറപ്പാണ്. അപ്പൊ ആ സമയത്ത് ആ വർഷം ആന്റി ഇങ്ങനെ ഓസ്ട്രേലിയ പോകാൻ നേരത്ത് ആന്റി പെട്ടെന്ന്, ദൈവം കൊടുത്ത ഒരു ചിന്തയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചല്ലോ. അപ്പൊ കർത്താവിനെ എന്റെ പ്രാർത്ഥന കേൾക്കണ്ടേ. അപ്പൊ അതിന് ആന്റിയുടെ ഉള്ളത്തെ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. അപ്പൊ അന്ന് ആന്റി തീരുമാനിച്ചു, ഈ പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയ പോകാൻ റേച്ചിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ചെല്ലണമെന്ന്. അപ്പൊ തിരിച്ചു വരുമ്പോ എന്തായാലും പോക്ക് നടക്കത്തില്ല. അന്ന് പോകുന്നതിന് മുമ്പായിട്ട് പോകുന്നതിന് ആദ്യം അവിടെ കയറി റേച്ചലിന്റെ കൂടെ ഒരാഴ്ച താമസിച്ചതിന് ശേഷം പോകാം എന്നുള്ള ചിന്തയിൽ ആന്റി കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ അന്നേരം ആന്റി വെച്ച് എന്നെ, എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഒരു മോളുണ്ട്, ആ ചേട്ടൻ്റെ മോള് ഇതുപോലെ കല്യാണം കഴിക്കാതെ കർത്താവിന് വേല ചെയ്യും, ഇപ്പൊ ആന്ധ്രപ്രദേശ് കർത്താവിന് വേലയിലായിരിക്കുകയാണ്. അപ്പൊ എൽസി എന്നാണ് പേര്. അപ്പൊ ആ ചേച്ചിനെ എന്നെയും കൂടെ കൊണ്ടുപോകാൻ എന്നുള്ള ആന്റി തീരുമാനിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ആന്റി പറഞ്ഞു, ഞാൻ റേച്ചേട്ടൻ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പോകുന്ന വഴിക്ക് നേരെ അങ്ങോട്ട് ചെന്ന് അവിടെ 5-6 ദിവസം താമസിച്ച് ശേഷം ഞാൻ ഓസ്ട്രേലിയ പോകാമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ 2 പേരെ IDLCയും കൂടി കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കുമെന്ന് പറഞ്ഞ്, അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് എനിക്ക് എന്നെ ഭയങ്കരമാണ്. ഞാൻ ആന്റിയോട് ഒരിക്കലും പറഞ്ഞില്ല, ഒരു മനുഷ്യരോടും പറഞ്ഞില്ല, കർത്താവിനോട് മാത്രം പറഞ്ഞ് ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് വിട്ടതാണ്. അല്ലാണ്ട് ഒത്തിരി ദിവസം ഒന്നും ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവ് പ്രാർത്ഥന കിട്ടി എനിക്ക് വേണ്ടി ആ പ്രാവശ്യം പോയപ്പോ നേരെ അവിടെ ചെന്നിട്ട് പോകാൻ തീരുമാനിക്കാൻ ദൈവം ആന്റിക്ക് കൃപ കൊടുത്ത്. അങ്ങനെ ഞങ്ങള് 2016 എന്റെ ഓർമ്മ, 16 ഞങ്ങള് ആന്റിയും ഞങ്ങൾ 2 പേരും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ ഫിജിയിലേക്ക് കടന്നു വന്നൊക്കെ ഇവിടെയായി തീർന്നു. അവിടെ ചെന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു 5 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. 5 ദിവസം ഹോട്ടലിൽ അവര് നമുക്ക് റൂമൊക്കെ എടുത്തിട്ടിരുന്നു. അങ്ങനെ ഹോട്ടലിൽ ഞങ്ങളെ റേച്ചൽ ടീച്ചർ നമ്മുടെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങള് 4 പേരും കൂടെ അവിടെ 5 ദിവസം ഹോട്ടൽ, പല സ്ഥലത്തും 1-2 സ്ഥലത്തൊക്കെ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് ഒരു രാത്രി 1 മണി 2 മണിയൊക്കെ ആറ് വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം രാവിലെ എഴുന്നേറ്റു. 3 മണിക്കൂർ യാത്ര വേണം അവിടുത്തെ ആരാധനക്ക് പോകാൻ. അങ്ങനെ അവിടെ ആരാധനക്ക് കാറയിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി ആരാധന കൂടി, അതെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു വീട്ടിൽ മീറ്റിംഗ് ഉണ്ടായി. അവിടെ നിന്ന് 3 മണിക്കൂർ വേണം യാത്ര ചെയ്ത് അവിടെ പോകാൻ. അങ്ങനെ പല സ്ഥലങ്ങളിലും മീറ്റിംഗ് ക്രമീകരിച്ച് ഈ 5 ദിവസം കൊണ്ട് പല സ്ഥലത്തും പോയി ഞങ്ങൾ സാക്ഷ്യം പറയും, ആന്റി പ്രസംഗിക്കും. അങ്ങനെ കഴിഞ്ഞപ്പോ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഫീജി മുഴുവനും തന്നെ കറങ്ങിന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാൻ ഒരു ചെറിയ ഒരു രാജ്യമാണ്. അങ്ങനെ പിന്നെ 5-ാമത്തെ ദിവസം ആന്റി തിരിച്ച് ഓസ്ട്രേലിയക്ക് പോയി. ശേഷം ഞങ്ങൾ അറിയിച്ചിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ 2 ആഴ്ച ഞങ്ങൾക്ക് അവിടെ താമസിപ്പടിയായി തീർന്നു.
പല വീടുകളിലും കടന്നുപോയി സുവിശേഷം പറയാൻ കർത്താവ് സഹായിച്ചു. ചില വ്യക്തികളോടെല്ലാം സുവിശേഷം പറഞ്ഞ് രക്ഷാവാചകം അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ പറയും, റേച്ചൽ ടീച്ചർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ചില പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിപ്പാൻ ദൈവം ഇടയാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന, ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചുള്ളൂ, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം കർത്താവ് സാധിപ്പിക്കുന്ന വചനം പോലെ കർത്താവ് ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതോട് തീർന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച വർഷങ്ങളായിട്ട് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ദൈവത്തെ അറിയണം, കർത്താവിനെ അറിയണം, ഈ സത്യ സുവിശേഷം അനേകം കേൾക്കണം, നിത്യരാജ്യത്തിലേക്ക് അനെത്തിച്ചേരണം. അത് ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ഭാരതത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച വർഷങ്ങളോടെ ഏകദേശം ഒരു 30 വർഷം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ഈ 30 വർഷമായിട്ട് ആരും അറിയാതെ വീടിന്റെ ഒരു മുറിക്കകത്ത് ഓരോ സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞ് കരഞ്ഞെല്ലാം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഇന്ത്യ, ഞങ്ങളുടെ രക്ഷിക്കണം, എല്ലാവരും ദൈവത്തെ അറിയണം, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, അങ്ങനെ ഉള്ള എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. ഓരോ സ്റ്റേറ്റിനും പേര് പറഞ്ഞ് ഗ്രാമങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന പതിവായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവെ, നീ ആ രാജ്യത്ത് ആ ഓരോ സ്റ്റേറ്റിലും പോയി അവിടെ ഇരുന്ന് അവിടുത്തെ ജനത്തിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് കർത്താവെ, പറ്റോ എന്ന് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. അത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ഞാനവർക്ക് എല്ലാ സ്റ്റേറ്റിലും എങ്ങനെ പോകാൻ പറ്റും? അതൊക്കെ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം. പക്ഷെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തെ സാധ്യം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹിക്കുന്ന പ്രാർത്ഥന പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം അതുപോലെ തന്നെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ ആന്റിയുടെ ഹൃദയത്തിൽ ആന്റിക്ക് ഒരു ചിന്ത ദൈവം ഇട്ടു കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റേറ്റിലും പോകണം, അവിടെ എല്ലാം നമുക്ക് ഓരോ സ്റ്റേറ്റിൽ പോയി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ആ ഭയങ്കര എന്ന് വെച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു ഇതായിരുന്നു. കാരണം മിക്ക സ്റ്റേറ്റുകളിലേക്കും ഞങ്ങൾ അങ്ങനെ കടന്നു വന്നൊക്കെയായി തീർന്നു. ഞങ്ങൾ നമ്മുടെ ചർച്ചിൽ ആന്റിമാരുണ്ട്, അവരെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ കുറെ പേര് ആന്റി, ഞാൻ, എൽസി ചേച്ചി, അങ്ങനെ തുടങ്ങി കുറെ സഹോദരിമാര് ഒരു സ്റ്റേറ്റിൽ പോയി. ആദ്യം ഞാൻ ബോംബെയിലാണ് പോയത്, മഹാരാഷ്ട്രയിൽ പോയി, പിന്നെ കൽക്കട്ടയിൽ പോയി, കർണാടകയിൽ പോയി, ഗോവയിൽ പോയി, അങ്ങനെ മിക്ക സ്ഥലങ്ങളും കടന്നുപോയി. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ അടുത്തതിൽ പോകും. പിന്നെ ഒരു മാസം ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സ്റ്റേറ്റിൽ പോകും. അങ്ങനെ മിക്ക സ്റ്റേറ്റിലും കടന്നുപോയി. അവിടെ ഇരുന്ന് 3 ദിവസം കംപ്ലീറ്റ് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഒത്തിരി ആ ദേശത്ത് നിന്ന് കരഞ്ഞ ദിവസം പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെയുള്ള ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഇത്ര ഓർക്കുമ്പോൾ ഞാൻ എന്തുള്ളൂ, ഞാൻ ഒന്നിനും യോഗ്യതയില്ല കർത്താവ്, അവിടുത്തെ സ്നേഹം എത്രയോ വലിയതാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കർത്താവ് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു തന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കഴിഞ്ഞ നാളുകൾ ദൈവന്റെ ഓരോ നിമിഷം അത്ഭുത അതിശയമായിട്ട് കർത്താവിന് വഴി നടത്തി. ദൈവം ഇന്ന് വരെ യാതൊന്നിനും ബുദ്ധിമുട്ടില്ലാതെ കുറവില്ലാതെ കർത്താവ് കഴിഞ്ഞ നാളുകളെ തമ്മിച്ചാലക്കൂട്ട് ആന്റിയിൽ കൂടെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി സകല കാര്യം കർത്താവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. മേലാലും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആന്റി തമ്പിച്ചാനും അവിടെ വേല തികച്ച് അവർ കടന്നുപോയി ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ അവർ ചെയ്തെടുത്ത് അവർ നല്ല മാത്രം നല്ല സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കാൻ തക്ക റെഡിയായി തീർന്നുണ്ട്. അതുപോലെ 4 മക്കളും കുടുംബങ്ങളും ഇവിടുത്തെ സ്റ്റേറ്റിലെ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു കടമ നമുക്ക് ദൈവം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടി ശക്തമായി ദൈവത്തിന്റെ വേല ചെയ്യാൻ, ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കണം ദൈവം അവർ ഉപയോഗിക്കേണ്ടതിന് പ്രാർത്ഥനയിലായിരിക്കുന്നു. അവര് ദൈവത്തിന് വേണ്ടി വൻകാര്യം ചെയ്തെടുപ്പാത്തക്കണം. അത്ഭുതത്തിന്റെ അടയാള ശുശ്രൂഷക്കായിട്ട് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഇപ്പോൾ ഇവിടെ പറയലായിരിക്കാണ്. പിന്നെ സമയം കിട്ടുന്ന പോലെ വെളിയിലൊക്കെ ഇറങ്ങുന്നു. പിന്നെ അതുപോലെ ആന്റിയുടെ ഒരു പ്രോഗ്രാം തുടങ്ങുവാൻ തക്കടിയായി തീർന്നു. ആന്റിയെ മനസ്സ് തുറക്കുമ്പോൾ എന്നുള്ള പ്രോഗ്രാം TV-യിൽ ഇങ്ങനെ തുടങ്ങുവാൻ തക്കടിയായി തീർന്നു. അനേക സഹോദരിമാരെ ഓരോ ആഴ്ചയിലും ഓരോ സഹോദരിമാരെ ഇരുത്തി അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് അവരുടെ ജീവിതാനുഭവം. നേരത്തെ അവരെങ്ങനെയായിരുന്നു, ഇപ്പോൾ അവരെന്ത് ദൈവത്തിൽ നിന്ന് സമാധാനം സന്തോഷം അനുഭവിക്കുന്നു. നിരാശയിലും ഭാരത്തിലും ഒക്കെയുമായിരുന്ന അനേകം സഹോദരന്മാർ അവരുടെ ജീവിതം പങ്കുവെക്കും. അപ്പൊ ആദ്യം തുടങ്ങുന്ന ആഴ്ചയിൽ ആ മീറ്റിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി അപ്പം നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും. മൂന്ന് ഫോൺ നമ്പറും നമ്മൾ കൊടുത്തിട്ടാണ്. പലരും നമ്മൾ ദൂരെ വിളിക്കുമായിരുന്നു. ആ പ്രോഗ്രാം കണ്ട അനേകര് ആദ്യത്തെ ദിവസം ആ പ്രോഗ്രാം കണ്ട് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ നിരാശയിലും വേദനയിലും ജീവിത സമാധാനം നഷ്ടപ്പെട്ട് എങ്ങനെ ലോകത്തോട് മാറ്റപ്പെട്ട് പോകുന്ന ഒറ്റ ആഗ്രഹത്തിൽ ഞാനിങ്ങനെ എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ എല്ലാ തയ്യാറെടുപ്പും കൂടെ വിഷമെല്ലാം എടുത്ത് വെച്ച്
ഞാനിങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് വെറുതെ സമയം പോകാൻ വേണ്ടി ടി വി ഒന്ന് ഓൺ ആക്കിയാണ്. ടി വി ഓൺ ചെയ്തപ്പോൾ കണ്ടത് നിങ്ങളുടെ പ്രോഗ്രാമാണ്. മറിയാമ്മാൻ്റെ ഇന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ സാക്ഷ്യം പറഞ്ഞ സഹോദരന്റെ ജീവിതത്തിൽ അവര് അതുപോലെ നിരാശ വേദനയിലും അനുഭവത്തിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ വചനം ആരൊക്കെ അവരോട് ചെന്ന് പറഞ്ഞു, ആ സമാധാനം ക്രിസ്തുവിൽ കൂടെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കാൻ സമർപ്പിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിന് നിരാശ മാറി, ഭാരം മാറി, നല്ല രീതിയിൽ അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയായി തീർന്നു. അങ്ങനെ ഒരു സമാധാനം കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു അന്ന് അവർ കേട്ടത്. അപ്പൊ കേട്ടപ്പോൾ അവരുടെ അനുഭവം തന്നെയാണല്ലോ ഈ പറയുന്നത്. അവർക്ക് ഒത്തിരി അവരെ സ്പർശിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ അത് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി മരിക്കാൻ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഫോണിൽ കൂടെ അന്നേരം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കലും എന്തെല്ലാം വന്നാലും ഒരു ആത്മഹത്യ മാത്രം ചെയ്യല്ലേ, ആത്മഹത്യ നിങ്ങൾ നിത്യനരയത്തിൽ ചെന്ന് അവസാനിക്കാൻ പോകുന്ന ഈ ഇപ്പോൾ നമുക്ക് സമാധാനം സന്തോഷമില്ലാന്ന് ഇതിനകത്ത് നമ്മൾ ഒളിച്ചു ഓടുന്ന ഒരു ആത്മഹത്യ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ നിത്യനരകത്തിൽ തീക്കാത്തേ നിങ്ങൾ പോകുന്നതുകൊണ്ട് ഒരിക്കലും എന്തായാലും ചെയ്യരുത്. കുറെ ഉപദേശം എല്ലാം കൊടുത്തു, അവരുടെ വിഷയങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് അന്ന് രാത്രി സമാധാനം കിട്ടി, അല്ല ഒത്തിരി സമാധാനം കിട്ടി, ഒരു സന്തോഷം കിട്ടി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ അടുത്തൊരു കോൾ, അന്ന് തന്നെ അടുത്തൊരു കോൾ വരിക. ഇതുപോലെ തന്നെ ഒരു സഹോദരിയും അവരുടെ ഒരു കുഞ്ഞുമായിട്ട് അന്ന് രാത്രി ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവർ നിരാശരായി ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ചിന്തയിൽ അവരന്ന് അവരുടെ ഒരു കുഞ്ഞുമായിട്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവരും ടി വി ഇങ്ങനെ ഓണാക്കി വെറുതെ സമയം പോകണമല്ലോ അതിനു വേണ്ടി വെറുതെ ഓണാക്കി, എന്തായാലും നല്ല കാണണമെന്നോ ആഗ്രഹിച്ചിട്ടല്ല, ആ ഓണാക്കി സമയത്ത് ഈ പ്രോഗ്രാം അവരും കാണുകയാണ്. അങ്ങനെ അവർ ഉടനെ നമ്പർ കണ്ടപ്പോൾ തന്നെ അവര് വിളിച്ചു, ഇതുപോലെ ഞങ്ങൾ തരിപ്പണമായി ഇന്ന് മരിക്കാൻ എൻ്റെ കുഞ്ഞിന് വിഷം കൊടുത്ത് ഞാനും മരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്നാൽ ഈ പ്രോഗ്രാം കണ്ടു, അതിനകത്ത് കേൾക്കുന്ന ഓരോ വാക്കുകളും വചനങ്ങളും ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആന്റി പറയുന്ന ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും വിളിച്ചു. അങ്ങനെ അന്ന് അവരോട് ഇതുപോലെ നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിച്ചു. അവർക്ക് അതുപോലെ സമാധാനം, അവർക്ക് ആത്മഹത്യ നോക്കി അവര് ഇവിടുത്തെ പ്രായപ്പാന്തക്കൊടിയായി തീർന്നു. അങ്ങനെ അന്നത്തെ പ്രോഗ്രാമിൽ 5 പേരാണ് ആത്മഹത്യയെന്ന് രക്ഷപ്രായപ്പടിയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് നീണ്ട 17 വർഷമായിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. ആ 17 വർഷത്തിലും ഒത്തിരി ജനം നമ്മൾ വിളിക്കും. ദൂര നിരാശയിലും ഭാരത്തിലും വേദനയിലും തകർന്ന് തരിപ്പണമായിരിക്കുന്ന അനേകര് നമ്മൾ വിളിച്ചു. നമ്മൾ അതുപോലെ കോള് ചിലപ്പോൾ 3 മണിക്കായിരിക്കും വെല്ലടി കേൾക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് മയങ്ങാത്തോണ്ട സമയത്ത് എന്നാലും ഞങ്ങളത് പെട്ടെന്ന് ചെന്ന് ഫോണെടുത്ത് അവരോട് സംസാരിക്കും. കാരണം നമ്മൾ നാളെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അത് പറഞ്ഞൊരു ആശ്വാസവാക്ക് പറഞ്ഞ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി നാളെ ഒരുപക്ഷെ അവർ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഏത് പാതിരാത്രി കോൾ വന്നാലും ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവരോട് പറയുമ്പോൾ അതുപോലെ അനേക അനുഭവങ്ങൾ ഓരോ വ്യക്തികളും ജീവിതത്തിൽ പങ്കുവയ്ക്കാൻ കൂടിയായി തീർന്നിട്ടുണ്ട്. തരിപ്പണമായി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. ഒത്തിരി തകർന്ന് അവർ കടഭാരത്താൽ അതുപോലെ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെയൊക്കെയും ഡോക്ടർമാരെ കൈവിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അനേകർ കടന്നു പോകുന്നു. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന നമ്മളെ ചുറ്റുപാട് നമുക്ക് എന്താ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ ജനം തരിപ്പണമായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അലയുന്ന അനേകരുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെയല്ല, ലോകത്തിന് അത് എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് തരുന്ന സമാധാനം നിത്യസമാധാനമാണ്. അപ്പൊ ഈ സമാധാനം തരുന്ന കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാലല്ലേ അവർക്ക് ആ സമാധാനം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഫോണിൽ കൂടി ഞങ്ങൾക്ക് രാത്രി നിന്നില്ല പകലുന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒത്തിരി കോളുകൾ, ചില സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം ഒരു കോൾ വെച്ച് കഴിയുമ്പോൾ അടുത്ത കോൾ വരും, അടുത്ത ഇത് കഴിയുമ്പോൾ അടുത്ത കോൾ വരും. അങ്ങനെ ഒത്തിരി കോളുകൾ അറ്റൻഡ് ചെയ്യും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റു സഹോദരിമാരൊക്കെ ഉണ്ട്. അപ്പൊ ആരംഭം മുതൽ ഈ അവസാന സമയം വരെ മരിക്കുന്നവരെ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. ആ സമയം വരെ അന്ന് തുടങ്ങി ഈ സമയം വരെ അറ്റൻഡ് ചെയ്യാൻ ദൈവം എനിക്ക് ഇടയായിത്തീർന്നു. അല്ലാതെ പല സഹോദരന്മാര് മാറി വന്ന് അവർ പോയി കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും, പിന്നെ അടുത്ത ആൾക്കാർ, അങ്ങനെ 2-3 പേര് ഇല്ലാണ്ട് ഈ കൊള്ളിപ്പ വെള്ളിയാഴ്ചയാണ് തുടങ്ങും. വെള്ളിയാഴ്ച രാത്രി 9 തൊട്ട് 9:30 വരെയാണ്. അപ്പൊ ആ സമയം നമ്മൾ 2-3 പേര് ഒരുങ്ങിയിരിക്കണം. എന്നുവെച്ചാൽ 3 ഫോൺ കോള് ഒരുപോലെ അടിക്കും. അപ്പൊ 3 പേരും കൂടി ചെന്ന് അത് ഓരോ കോൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ പിന്നെ ആഴ്ച മുഴുവൻ കോൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒത്തിരി പേരോട് സുവിശേഷം പറയാൻ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ മുറിക്കകത്തിന് ബെഡിലിരുന്ന് സുവിശേഷം പറയാൻ ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അങ്ങനെ കഴിഞ്ഞ നാൾ വരെ ദൈവം അത്ഭുതമായിട്ട് നടത്തി. പിന്നെ ആന്റി തമ്മിച്ചാൻ ലോകത്ത് യാത്ര പറഞ്ഞ് കടന്നുപോയി, കർത്താവിന് വേലത്തിച്ച് അവർ കടന്നുപോയി. അതിനുശേഷം
1 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രിയാൻറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിലായിരുന്നു. ആൻറ്റിക്ക് ശാരീരികമായിട്ട് ക്ഷീണങ്ങളും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് പോകുന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒത്തിരി തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനായിട്ട് സ്നേഹിച്ചതാണ്. എന്നെ സ്വന്തം അവർ 4 മക്കളുടെ ഒരാളെ പോലെ ആൻറ്റി എന്നെ സ്നേഹിച്ചു. അവരുടെ മക്കളെ ഇങ്ങനെ അതുപോലെ എല്ലാ കാര്യത്തിലും എന്നോട് ഒത്തിരി സ്നേഹം. അത് പറയാൻ തക്കണം പറ്റത്തില്ല, അതുപോലെയായിരുന്നു ആൻറ്റിയുടെ സ്നേഹം. എല്ലാ വിധത്തിലും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കാര്യങ്ങളും ഒരാവശ്യം ഒന്നും പറയേണ്ട വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച നാളിൽ ഒരു തീരുമാനമായിരുന്നു. അതായത് ഒരിക്കലും ലോകത്ത് ആരോടൊന്നും പറയത്തില്ല, സ്വന്തം വീട്ടിലോ ആരോടും ഒന്നും ഞാനൊരാവശ്യം പറയില്ല. എനിക്ക് എന്തെല്ലാം ആവശ്യം കർത്താവിനോട് പറയും. ഒറ്റ വാക്ക്, കർത്താവ് എനിക്ക് എന്നെ ആവശ്യമുണ്ട്, കാരണം തന്നതിനായ സ്തോത്രം, ഇത്രയുള്ള എൻ്റെ പ്രാർത്ഥന. ഒരു ദൈവം തന്നിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു ആവശ്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ആൻറ്റിയോട് മക്കൾ ഒരിക്കലും ഒരാവശ്യം അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ആവശ്യമെല്ലാം അറിഞ്ഞെനിക്ക് വേണ്ടി ആൻറ്റിയിൽ കൂടെ ദൈവം അത് അധികമായിട്ട് ചെയ്തുകൊണ്ട് അവരുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ വന്നു പോകുമ്പോഴൊക്കെ അവരും അറിഞ്ഞ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള അവരുടെ അപ്പൻ്റെ അമ്മയുടെ അതേ മനസ്സും അതേ ഹൃദയം ദൈവത്തിന് കൊടുക്കാനൊക്കെയുള്ള 4 മക്കൾക്കും കർത്താവ് പകർന്നു കൊടുത്തു. അതുപോലെ അനേകർക്ക് ആശ്വാസമാണ് 4 മക്കളും. അങ്ങനെ ഇന്ന് വരെ ദൈവം എന്നെ അത്ഭുതമായിട്ട് വഴി നടത്തുന്നു. 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ശബ്ദം കേട്ടു. മനുഷ്യന്റെ ആശ്രയേക്കാൾ യഹോവയുടെ ആശ്രയം നല്ലത്. ഇത് ഒരിക്കലും ദൈവശബ്ദമായിട്ട് കേട്ടതാണ്. അത് വേറൊരു സമയത്ത് അതുപോലെ കേട്ടു. പിന്നെ ആൻറ്റി മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ചില ആഴ്ചകൾക്ക് 1 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ കേൾക്കുക, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ഒരു വാക്യം ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു. അങ്ങനെ ദൈവം ഓരോ ദിവസവും ദൈവം സംസാരിക്കും, ദൈവശബ്ദം കേൾപ്പിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലപ്പോഴും കർത്താവിനെ കാണുവാനൊക്കെ എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ ഈ നിമിഷം വരെ ദൈവത്തിന് വേണ്ടി നിൽക്കാനും പോകാനും പ്രവർത്തിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. തുടർന്ന ആണെങ്കിലും കർത്താവിന് വേല ചെയ്ത് അതിന്റെ മരണം വരെ ദൈവത്തിന് വേല ചെയ്തിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പ്രാർത്ഥനയും അതിനായിട്ട് എന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കാലം അതിൻ്റെ അത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കർത്താവിന് വരവ് ഏറ്റവും ആസന്നമായി. ഏത് നിമിഷത്തിലും കർത്താവിന് വരവ് സംഭവിക്കും. അതിനു മുമ്പ് നാം രക്ഷയാവുന്ന പെട്ടകത്തിൽ കയറണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ് സംഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യം ഇന്ന് ലോകത്ത്, അന്ന് ദൈവത്തിന്റെ ജനം പാപം ചെയ്ത് ദൈവത്തോട് അകന്ന് വളരെയധികം ദൈവത്തിന് വിരോധമായിട്ട് ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. അപ്പൊ ദൈവം അല്ലാതെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാലും ഒരു പെട്ടകം ഒരുക്കി. നോഹയോട് പറഞ്ഞു, നീ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പെട്ടകം ഒരുക്കാൻ, പെട്ടകം എങ്ങനെ ഏത് രീതി ചെയ്യുന്നൊക്കെ ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ നോഹ ചെയ്തു. നോഹ പോയി അറിയിച്ചു, ദൈവം ഭൂമിയെ ജലപ്രളയത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യമുള്ളവര് പെട്ടകം ഒരുക്കിയിട്ട് പെട്ടകത്തിൽ വന്ന് കയറണം. ഒരു മനുഷ്യനും അത് അംഗീകരിച്ചില്ല, അത് അവര് വിശ്വസിച്ചില്ല. കാരണം അന്ന് വരെ ലോകത്തിന് മഴയെന്ന് പറഞ്ഞില്ല, ഭൂമിയെ മഞ്ഞുകൊണ്ടും ഒക്കെ നനച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ആർക്കും വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. എന്നാലേ ഒരുത്തരും കയറാണ്ടായിരുന്നില്ല. അവസാനം ദൈവം നോഹയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബം മക്കളും പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ ഇവർ 8 പേരാണ് ആ പെട്ടകത്തിൽ കയറാനുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടകത്തിൽ ഇവർ കയറി. അതുപോലെ ഭൂമിയിലെ മൃഗങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എല്ലാം ഈരണ്ടായിട്ട് കയറ്റാൻ ദൈവം പറഞ്ഞു. നോഹ അതനുസരിച്ചു. അവസാനം ദൈവം എന്ത് ചെയ്തു, ആ പെട്ടകത്തിന് കീഴ്വാതിൽ കർത്താവ് അടച്ചു. മഴ പെയ്യാൻ തുടങ്ങി. ഭൂമിയുടെ ഉറവുകളൊക്കെയും തുറന്നു. അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കം കടന്നു ഭൂമിയെ സർവ്വജനങ്ങളും മറ്റ് ജീവജാലം എല്ലാം നശിച്ചു അന്തക്കൊടിയായി തീർന്നു. അന്ന് ദൈവം പറഞ്ഞു രക്ഷയ്ക്കുള്ള പെട്ടകം ഒരുക്കി, രക്ഷയ്ക്കായിട്ടുള്ള മാർഗം ഒരുക്കി. പക്ഷെ ആരും അത് കയറാൻ തയ്യാറായില്ല. അതുകൊണ്ട് എല്ലാം നശിച്ചു അന്തക്കൊടിയായി തീർന്നു. ഇന്നും ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് പറഞ്ഞത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരെ സംഭവിക്കും. അപ്പൊ ഇന്ന് ആ പെട്ടകം ആരെ കാണിക്കുന്നു? കർത്താവ് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്ന പെട്ടകത്തിൽ നമ്മൾ കയറണം. യേശു നമ്മൾ ആയിത്തീരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി വരാനിരിക്കുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആയാൽ വചനം വായിക്കുക, പഠിക്കുക, തിരുവചനം എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് വരവ് എടുക്കപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണം തകർച്ച. ഇന്ന് ലോകത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ലോകത്തമ്മ എന്താ കേൾക്കുന്നത്? ഓരോ ദിവസം തോറും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും? ആർക്കും സുരക്ഷിതത്വമില്ല. സ്വന്തം മക്കള്, അപ്പനമ്മയ്ക്ക് സുരക്ഷിതമില്ല, മക്കൾക്ക് സുരക്ഷിതത്വമില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ വചനം പറയുന്നു, പിശാച് തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് അലർന്ന സിംഹം എന്ന പോലെ ആര് വീങ്ങിടും നോക്കി
ചുറ്റി നടക്കുകയാണ്. അപ്പൊ പിശാചിന്റെ പ്രവൃത്തി അതിന്റെ പിന്നെ പ്രവർത്തിക്കുന്നത്, ആ പൈശാചികമായ പ്രവൃത്തി എങ്ങനെയെങ്കിലും ജനത്തെ നശിപ്പിക്കുക. അതായത് കർത്താവ് പറഞ്ഞല്ലോ, ദുഷ്ടൻ വരുന്നത് അറുക്കാനും മുടിക്കാനും മനുഷ്യന് സമാധാനം മോഷ്ടിച്ചെടുക്കുക. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഇന്ന് പിശാച് ആക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും അത്ര ഞാൻ വന്നത്, കർത്താവ് പറഞ്ഞു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ജീവൻ തരാൻ കർത്താവ് വന്നു. ആ കർത്താവിലേക്ക് കടന്നു വരിക, യേശു കർത്താവിനെ കണ്ടുമുട്ടുക, ദൈവത്തിന്റെ രക്ഷിതമായിട്ട് കർത്താവായിട്ട് യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കുക, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാർ ചേർപ്പാൻ കർത്താവ് താമസിമേന മടങ്ങി വരുന്നു. ആ മടങ്ങി വരവിലേക്കും നിങ്ങളെല്ലാവരും എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ള ഹൃദയത്തോട്ടായിരിക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ അവരെ സഹായിക്കട്ടെ. തിരുവചനം വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അനുപ്രകാരം ജീവിച്ചാൽ മാത്രമേ കർത്താൻ വരവുകൾ എടുക്കപ്പെടാൻ തക്കണം സാധ്യമായിട്ടുള്ളൂ. ഏതെങ്കിലും രീതിയിൽ കർത്താൻ വരെ കൈവിടപ്പെട്ടു പോയാൽ പിന്നെ ഒരു അവസ്ഥ നമുക്ക് ഭൂമിയിലില്ല. അതുകൊണ്ട് കർത്താൻ വരവ് ഇതുവരെ സംഭവിച്ചില്ല. ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും കർത്താൻ വരെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ എപ്പോ വേണേ കർത്താൻ വരെ സംഭവിക്കും. അതിനു മുമ്പേ നമ്മള് താൻ വരവ് പോകാൻ ഒരിക്കലും കർത്താൻ കൽപ്പന അനുസരിച്ച് വചനപ്രകാരം ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന പ്രിയ ബീനയോട് നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇത്രമാം സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന താരിതാ പ്രാണനാഥൻ എൻപേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻപേർക്കായി ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഇത്രമാ സ്നേഹത്തെ വിട്ട് നാം എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ശിശുസ്നാനം കഴിഞ്ഞവർക്ക് ശിശുസ്നാനം എനിക്ക് ഈ മുതിർന്ന സ്നാനം ആവശ്യമോ സംശയിച്ച് നിന്ന സ്ഥാനത്ത് കർത്താവ് ഇടപെട്ടു. മാത്രമല്ല, കർത്താവിന്റെ ഒരു മണവാട്ടിയായി തീരുവാൻ ഇതുവരെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആമേൻ അവന്റെ നാമത്തെ ധരിച്ച് ആമേൻ അവന്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല, ഭൂമിയുടെ അറ്റത്ത് പോകണമെന്ന് പറഞ്ഞു കർത്താവിന്റെ അറ്റത്തോളം കൊണ്ട് എത്തിച്ചു. ആമേൻ. ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ കൊച്ചാഗ്രഹങ്ങളെ പോലും ഹല്ലേലൂയ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം പ്രിയ പ്രേക്ഷകരെ, അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കർത്തദാസിലൂടെ കേൾക്കുവാനിടയായി. ജീവിതത്തിലെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ, നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവ് തന്റെ ദാസിയുടെ ജീവിതത്തിലും ആമേൻ ഈ പകൽക്കാലം വലിയ ചെയ്തു എന്ന് ആമേൻ നമുക്ക് കേൾക്കുവാനിടയായി. ആകയാല് നാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ വിശുദ്ധിയോടെ വചനാധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. ആമേൻ. ക്ഷണിക്കപ്പെട്ട് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന് കർത്തദാസിക്കായിട്ട് നന്ദി പറയുന്നു. ആമേൻ. ഈ പകൽക്കാലം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസവും തണലുമായി ഒരു പ്രാർത്ഥനാ വീരയായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രസംഗിക്കുന്നവരെ ലോകം കാണും, പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാണും. ഹല്ലേലൂയ. ആരും അറിയാതെ അകത്തളത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ
സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രാർത്ഥന കേട്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ച് പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി നൽകിയ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, പടപൊരുതുന്നതിനും പടക്കോപ്പ് സൂക്ഷിക്കുന്നതിനും പ്രതിഫലം ഒരുപോലെയാ. മുന്നണിയിൽ നിന്ന് പ്രസംഗിക്കുന്നവരും പിന്നണിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും പ്രതിഫലം പ്രാപിക്കുന്ന ഒരുപോലെയാ. ആകയാൽ കർത്താവിന്റെ ദാസിക്ക് യാതൊരു വിധത്തിലും ആമേൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലത്തിനൊന്നും ഒരു കുറവും കാണത്തില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്ന് പലർക്കും ഇല്ലാത്ത ഒരു ശുശ്രൂഷയാണ് ആമേൻ പ്രാർത്ഥന എന്നുള്ളത്. രഹസ്യമായിട്ട് ഇന്ന് ഓൺലൈനിലും മറ്റുമൊക്കെ ഒത്തിരി പ്രാർത്ഥനകള് ആമേൻ നടത്തുന്നുണ്ട്. ആമേൻ ഒത്തിരി പ്രാർത്ഥന ഓൺലൈനിലൊക്കെ കൂടി വരാൻ ആഗ്രഹം പലർക്കും ആഗ്രഹമാണ്. എന്നാൽ ഒറ്റയ്ക്കിരുന്നൊരു പ്രാർത്ഥന ആമേൻ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെ മൊത്തം കണ്ണീരൊഴുക്കുക, ഇതൊക്കെ വളരെ എൻകറേജിങ് ആണ്. ആമേൻ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇതുവരെയും പ്രാർത്ഥിച്ചുവെങ്കിൽ കർത്താവ് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇതുപോലൊരു പ്രാർത്ഥന വീരയാകുവാൻ നാം ഓരോരുത്തരും പ്രാപ്തരാകണം. കർത്താവിനോട് നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് തന്റെ ദാസിയെ അതിനിടയാക്കട്ടെ. പലപ്പോഴും ഞാൻ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, വർഷങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ മാസങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഇപ്പോഴ് എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ടുള്ള പ്രാർത്ഥനയാണ് ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്തോത്രം. ഞാൻ ഈ ഇംഗ്ലണ്ടിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ കേട്ട് രക്ഷിക്കപ്പെട്ട അന്ന് ഞാൻ പറഞ്ഞ ആ മഞ്ഞ് പൊഴിയുന്ന ദേശത്ത് കർത്താവെ എനിക്ക് പോകണം. ആ മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ കേട്ട ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ആമേൻ. ഞാന് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ഗുജറാത്തിന് വേണ്ടി ഞാൻ നീണ്ട 12 വർഷം പ്രാർത്ഥിച്ചു. നേപ്പാളിന് വേണ്ടി ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 18 വർഷം പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് വേണ്ടി, UAE വേണ്ടി, ഭൂട്ടാന് വേണ്ടി ഞാൻ എവിടെല്ലാം പോയിട്ടുണ്ടോ അവിടൊക്കെയും പോകാൻ വേണ്ടി ഞാൻ പല സമയങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആമേൻ പ്രാർത്ഥിക്കും മുന്നേ തന്നെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഒക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ്. ആകയാൽ ഞാൻ പറയട്ടെ, എവിടെയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവന്റെ ഇഷ്ടം തികയ്ക്കും. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടിന്നും. കർത്തദാസിക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ ലോകത്തിലെ സകല സന്തോഷങ്ങളെയും വിട്ടിട്ട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ, തന്റെ ജീവിതം മുഴുവൻ അരിമമണവാളനായ കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ ഇടയായി. ആകയാൽ ഈ വേർതിരിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തയെ ബലപ്പെടുത്തണമേ, ദൈവകൃപ നിറയ്ക്കണമേ. തുടർന്നും അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുവാൻ, ഒരു പ്രാർത്ഥന വീരയായി തീരുവാൻ കർത്തദാസിയെ സഹായിച്ചാട്ടെ. ഞങ്ങൾ ഒത്തുചേർന്ന് ഞങ്ങളുടെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കലവറ കൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആ ദേശത്ത് കർത്താവെ, ആ പട്ടണത്തിൽ ദൈവം തന്റെ ദാസിയെ ഉപയോഗിക്കണമേ. കർത്താവെ, അനേകര് കർത്താവെ ആ സ്ഥലത്തു നിന്നും വേലയ്ക്കായിട്ട് കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവ് ഉപയോഗിക്കണം. അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായി ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.